ഫോൺ നമ്മൾ 3500 മുതൽ 7 സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതുപോലെ എക്സിന് നമുക്ക് വരുന്ന റേറ്റ് 8000 രൂപ എക്സിന് വരുന്നുള്ളൂ. എക്സസ് വരുന്നുണ്ട്, എക്സസ് മാക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 11 വരുന്നുണ്ട്. ഐഫോൺ ഐപാഡ് നമുക്ക് ഗെയിമിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ പറ്റിയത് 3500 വരുന്നുള്ളൂ. 3500 അതില് വാറണ്ടി ബാക്കിയുള്ള 8 മാസം വാറണ്ടി ബാക്കിയുള്ള അങ്ങനത്തെ സെറ്റുകൾ ബോക്സ് പീസ് സാംസങ്, പിന്നെ ലേറ്റസ്റ്റ് സെറ്റുകളൊക്കെ 8 മാസം 9 മാസം വാറണ്ടി ഉള്ള അങ്ങനെ വേണ്ടിയവർക്ക് അതും വരുന്നുണ്ട്. അതും ഈ വീഡിയോ മാക്സിമം പ്രവാസികളായ ആൾക്കാർ നിങ്ങളെ കുടുംബത്തിലേക്ക് ഷെയർ ചെയ്യണം. കാരണം നിങ്ങൾ അവിടുന്ന് നയിച്ച് ഇങ്ങനത്തെ വീഡിയോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, മാർക്കറ്റിൽ പല സ്ഥലത്തും അങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതാണ് സാധനം പിന്നെ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഞാനിപ്പോൾ കോഴിക്കോട് കൊടുവള്ളിയിലാണ്. കൊടുവള്ളിയിൽ ഇവിടെ ഷോപ്പുണ്ട്. ഷോപ്പിന്റെ പേരെന്താ വെച്ചാൽ ഫിക്സ് കെയർ ആണ്. ഇവിടെ 3500 രൂപ ഐഫോണ്, ആൻഡ്രോയിഡ് ഫോണ്, അങ്ങനെ സകല കാര്യങ്ങളും ഇവിടെ കിട്ടും. ബൈജൂസിന്റെ ടാബ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടുക്കുന്ന സാധനങ്ങൾ 7 ഉറുപ്പ്യാണ് ഇതിന് പ്രൈസ് വരുന്നത്. പിന്നെ അത് മാത്രല്ല അവിടെ കുറെ ആൻഡ്രോയിഡ് ഫോണുകൾ നിർത്തുന്നുണ്ട്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നമുക്ക് 3500 മുതൽ ആൻഡ്രോയിഡ് ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് 4G സെറ്റ് ആണെങ്കിൽ ഈ കാണുന്ന ബോക്സ് മൊത്തം നമുക്ക് 3500 സ്റ്റാർട്ടിങ് തുടങ്ങുന്നതാണ്. 3500 മുതൽ മാക്സിമം 4000 രൂപ വരെ നല്ല ഫോണുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി 5G നോക്കണമെങ്കിൽ 5500 മുതൽ 5G സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5500 അതിൽ സാംസങ് ഒക്കെ ബ്രാൻഡ് സാംസങ് ഒക്കെ വരുന്നത് നമുക്ക് 6000 രൂപ 5G സെറ്റിന് വരുന്നത്. സാംസങ്ങിന്റെ M14 എന്ന് പറയും, M14. അതുപോലെ നമ്മള് പോക്കോ M6 Pro എന്ന് പറയും. ഇത് നമ്മള് 6500 വരുന്നുള്ളൂ. ഇത് 6128 ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. നമ്മൾ മെയിൻ ആയിട്ട് കൊല്ലങ്ങളായിട്ട് ഇവിടെ 5 വർഷമായിട്ട് സർവീസ് ആണ് മെയിൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂതൻ ടെക്നോളജി മിഷനറീസ് വെച്ചിട്ട് സർവീസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇവിടെ സെറ്റ് എടുക്കുള്ളൂ. അങ്ങനെ തന്നെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നിടത്തും ചെറിയ പ്രൈസിനാണ് നമ്മൾ വലിയ ഫോൺ കൊടുക്കുന്നത്. ഈ സെറ്റൊക്കെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇറങ്ങിയ ടൈമിന് 60000 രൂപ വരുന്നുണ്ട് ഈ സെറ്റ്. ഇതിപ്പോ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് 12500 FE. നിങ്ങൾ എവിടെ ഗൂഗിളിൽ അടിച്ചാലും കിട്ടും. 60000 രൂപ ഫ്രഷിന് ഇറങ്ങിയതാണ്. അതിന് സ്പെക്കും കാര്യങ്ങളൊക്കെ ഇത് പക്കാ സാധനമാണ് വരുന്നത്. 6.8 128 ആണ് വരുന്നത്. ഇതിന്റെ ഫ്രഷ് കിട്ടണമെങ്കിൽ നമുക്ക് 60000 രൂപയായി. അപ്പൊ അതില് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അത് 12500 നിങ്ങൾക്ക് കിട്ടുക. സെക്കൻഡ് സെറ്റ് എടുക്കുമ്പോൾ ഒരു മാറ്റേ ചിലവര് വിചാരിക്കും പിന്നെ ഈ സെറ്റിന് ചില ആൾക്കാർ വന്ന് നമ്മളോട് ചോദിക്കും ഈ സെറ്റിന് ഫ്രഷ് കിട്ടൂലേ. അതായത് ഫ്രഷ് പറഞ്ഞാൽ നമ്മൾ 12000 ഫ്രഷ് വരുന്നുണ്ട്. ബോക്സ് ഫീസ് നമ്മളെടുത്ത് ഒരുപാട് വരുന്നുണ്ട്. ഫ്രഷ് ബോക്സ് ഫീസ് സെറ്റ് വരുന്നുണ്ട്. അപ്പൊ ഈ ഫ്രഷ് സെറ്റ് 8500 9500 10 വരുന്നുണ്ട്. ആ 10500 ഫ്രഷ് സെറ്റ് എന്ന് പറഞ്ഞാൽ 10500 ഫെസിലിറ്റീസ് ഉണ്ടാവുള്ളൂ. അതായത് അതിലുള്ള റാമ് കാര്യങ്ങളൊക്കെ 10500 ഉണ്ടാവുള്ളൂ. ഇത് എന്താ വരുന്നത് വെച്ചാല് ബാക്കി നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ഇത് 10000 വരുന്നുണ്ട്, 12000 വരുന്നുണ്ട്, 18000 വരുന്നുണ്ട് ഫ്രഷിന് കിട്ടും. അതൊക്കെ ഇവിടെ സെക്കൻഡ് കൊടുക്കണ 7500 8500 5G സെറ്റ് ഒക്കെ നല്ല സെറ്റ് 9000 രൂപ എടുത്താൽ നിങ്ങൾക്ക് നല്ല 8 128 6 128 ഒക്കെ സെറ്റ് 8000 9000 രൂപയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൾക്കാർക്ക് ഇത് ഡൗട്ടാണ് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ. ഞങ്ങൾ 7 ദിവസം ചെക്കിംഗ് വാറണ്ടി കൊടുക്കും. 7 ദിവസം പിന്നെ 6 മാസം ഞങ്ങള് ഫ്രീ ആയിട്ട് സർവീസാ. അതായത് ഇതിന്റെ സ്പെയർ എന്തെങ്കിലും മാറ്റണമെങ്കിൽ അതിന്റെ പൈസ കൊടുത്താൽ മതി. ബാക്കി 6 മാസം സർവീസ് ഫ്രീ ആണ്, കംപ്ലീറ്റ് ഫ്രീ ആണ്. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇവിടുത്തെ സർവീസും കാര്യങ്ങളും നമ്മളെത്തുന്ന കസ്റ്റമർ 3500 സെറ്റ് ആണെങ്കിലും 5000 സെറ്റ് ആണെങ്കിലും 9000 സെറ്റ് ആണെങ്കിലും നമ്മൾ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ലൈഫ് ടൈം വാറണ്ടി. അതെ, ലൈഫ് ടൈം വാറണ്ടി. അതെന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത 7 ദിവസം കംപ്ലീറ്റ്ലി ഞങ്ങൾ ചെക്കിംഗ് വാറണ്ടി ആണ്. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും റീപ്ലേസ്മെന്റ് തന്നെയാണ്. പിന്നീട് നെക്സ്റ്റ് 6 മാസം അതായത് ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ ഇതുവരെ വിറ്റാൻ അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. ഇനി ഇൻകേസ് എന്തെങ്കിലും വന്നിക്കാണെങ്കിൽ ഇതിന്റെ സ്പെയറിന്റെ പൈസ മാത്രം തന്നാൽ മതി. ബാക്കി കണ്ടാൽ തന്നെ അറിയാം നീറ്റ് സാധനമാണ് കണ്ടാൽ തന്നെ. അതെ, നമ്മൾ സർവീസ് ചാർജ് തികച്ചു ഫ്രീ ആണ്. അതായത് സ്പെയറിന്റെ പൈസ മാത്രമേ വരുള്ളൂ. പിന്നീട് ലൈഫ് ടൈം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പിന്നീട് എന്തെങ്കിലും കംപ്ലൈന്റ് അല്ലെങ്കിൽ 1 കൊല്ലോ 2 കൊല്ലോ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ എത്തൊക്കെ തന്നെ വരാം. അപ്പൊ നമ്മൾ 50% സർവീസ് ചാർജ് ഫ്രീ ആയിട്ട് നൽകും. പറഞ്ഞല്ലോ സർവീസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാക്സിമം ചെക്ക് ചെയ്തിട്ട് സെറ്റ് എടുക്കാറുള്ളൂ. അപ്പൊ വാങ്ങുന്നവർക്ക് ഗ്യാരണ്ടിയോട് കൂടി വാങ്ങാൻ പറ്റും എന്നുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ കുറെ ആൾക്കാർ ഈ സെക്കൻഡ്സ് ഫോണുകളാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പൊ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാണ്, ഇപ്പോൾ സെക്കൻഡ്സ് ഫോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, സെക്കൻഡ് ഫോൺ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ആൾക്കാരോട് ഈ 9000 12000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അവര് നമ്മളോട് ചോദിക്കും ഈ പ്രൈസിന്
ഫ്രഷ് സെറ്റ് അതായത് അതിന് ഓൾമോസ്റ്റ് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈ സെറ്റ് നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങി 36,000 രൂപക്കാണ്. ഇത് ഇവിടെ കൊടുക്കുന്നത് 12,000 രൂപക്കാണ്. അപ്പൊ ഇതിന്റെ ക്യാമറ അതുപോലെ പിന്നെ റാം ഒക്കെ വ്യത്യാസം ഉണ്ടാവും. സ്പെക്ക് നല്ല സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ 10,000 രൂപക്ക് ഫ്രഷ് എടുക്കുമ്പോ ഈ ക്യാമറ അതുപോലെ ഈ സെറ്റപ്പ് കിട്ടിക്കോളണമെന്നില്ല. അതെ അതെ അതെ. അപ്പൊ നമ്മൾ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ ആ ഫോണ് വെർത്തായിരിക്കും. ആ ഒരു സാധനം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മള് ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനെ സെക്കൻഡ് വിൽക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് വലിയ പേടിയാ, വാറണ്ടി കാര്യങ്ങളൊക്കെ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സെറ്റും പക്ക ചെക്ക് ചെയ്തിട്ട് മാത്രമേ സെറ്റ് എടുക്കുള്ളൂ. അത് നമ്മളെടുത്ത് ഒരുപാട് ഷോപ്പുകൾ ഇവിടെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഐഫോൺ എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സ് ആൻഡ്രോയിഡ് ചിലപ്പോൾ അവിടെ എടുക്കൂല. അപ്പൊ അവർക്ക് അടുത്ത വേർഷനിലേക്ക് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മളെ സമീപിക്കും. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പക്ക ആണെങ്കിൽ എന്താക്കും, നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ചെറിയ പ്രൈസിന് മറിച്ച് വിൽക്കുന്ന പരിപാടിയാണ്. പിന്നെ ഞാൻ ബൈജൂസിന് ടാബ് പറഞ്ഞല്ലോ, ഇതാണ് സാധനം വരുന്നത്. 7 ഉറുപ്പിയാണ് സാധനത്തിന് വെയിറ്റ് വരുന്നത്. ഇതിലെല്ലാം ഒരുവിധ കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ സ്പീക്കറാണ് വരുന്നത്. ഇതിനെങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇതെന്താ സംഭവം വെച്ചാൽ ബൈജൂസ് കുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ ഇറക്കിയ ടാബാണ്. ഇത് ഓൾമോസ്റ്റ് 30,000 രൂപ ഫ്രഷിന് വരുന്ന ടാബാണ്. അപ്പൊ ബൈജൂസ് ലോസിൽ വന്നപ്പോ ഒന്നായിട്ട് ഒരു ടീമിന് വിറ്റിട്ട് അവര് ഇങ്ങനെ മാർക്കറ്റിൽ ഇറക്കി. അതായത് ഇത് പറഞ്ഞുകൊണ്ടുവരികയാണെങ്കിൽ ഇതിന് 30,000 രൂപ ഫ്രഷിന് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും സ്പെക്ക് ഇതിലുണ്ട്. യൂട്യൂബ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ പക്ക ക്ലാരിറ്റി HD വീഡിയോസ് ആണ്. അതുപോലെ കുട്ടികൾക്ക് പഠിക്കാന് സൗണ്ട് കാര്യങ്ങള്, അതുപോലെ കുട്ടികൾക്ക് പഠിക്കാൻ ചെറിയ കുട്ടികൾക്ക് പിന്നെ എയ്ത്ത് അങ്ങനെ ചെറിയ ചെറിയ ടാബ് വെച്ചുള്ള കാര്യങ്ങളുണ്ടല്ലോ, എല്ലാം നടക്കും. ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളെത്തുന്ന കൗണ്ടറിലേക്ക് വെക്കാൻ വേണ്ടി ഷോപ്പുകാർ കൊണ്ടുപോകാറുണ്ട്, കൗണ്ടറിൽ വെക്കാൻ വേണ്ടിട്ട്. അപ്പോ ഇത് കുട്ടികൾക്ക് മെയിൻ ആയിട്ട് ഉപകാരപ്പെടും. കുട്ടികൾക്കും പിന്നെ ചെറിയ ചെറിയ ആവശ്യത്തിനൊക്കെ ഇതിന് ബ്ലൂടൂത്തിന്റെ കീബോർഡ് വാങ്ങാൻ കിട്ടും. അപ്പൊ അത് കണക്ട് ചെയ്ത് ചെറിയ മിനി ലാപ്ടോപ്പ് ആക്കി ഉപയോഗിക്കുന്നവരും ഉണ്ട്. അത്ര സ്പെക്കും ഇതാണ് സാധനം. പിന്നെ ബൈജൂസ് ടാബ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇന്ന് വരുന്ന ഒരു വിഷയമാണ് EMIക്ക് ആൾക്കാർ സെറ്റ് എടുക്കും. EMIക്ക് എടുത്തിട്ട് നമ്മളെ എടുത്തുകൊണ്ടോന്ന് മറച്ചു വെക്കും. നമ്മൾ ആ സെറ്റ് എടുക്കാറില്ല. വേറെ പല സ്ഥലത്തുനിന്നും, അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക്. പിന്നെ ഈ വീഡിയോ മാക്സിമം പ്രവാസികളായ ആൾക്കാർ നിങ്ങളെ കുടുംബത്തിലേക്ക് ഷെയർ ചെയ്യണം. അതായത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. മെയിനായിട്ട് ഇപ്പൊ മാർക്കറ്റിൽ നടക്കുന്ന ഒരു സംഗതികളാണ് ഫ്രഷ് സെറ്റ് ചെറിയ പൈസ, പകുതി പൈസ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പല പരസ്യങ്ങളും കണ്ടിട്ട് വീട്ടിലുള്ള ആൾക്കാർ പോയി കഴിഞ്ഞ് ഇതിൽ കൊടുക്കുന്നത്. അതായത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഫ്രഷ് സെറ്റ് EMIക്ക് എടുക്കും ആൾക്കാർ. 20,000 രൂപ 30,000 രൂപ EMIക്ക് എടുത്തിട്ട് എന്താക്കും, സെറ്റ് നമ്മളെടുത്ത് കൊണ്ടുവന്ന് അവര് ഒരു 8,000 രൂപ കുറച്ച് നമുക്ക് തരും. ഫ്രഷ് സെറ്റ് അതായത് അവര് EMIക്ക് എടുത്ത സെറ്റ് ആയിരിക്കും, നമുക്ക് ഒരു 8,000 9,000 കുറച്ച് തരും. ഈ സെറ്റ് ഇവിടെ എടുക്കുന്നില്ല. ഈ സെറ്റ് എന്താക്കും, നമ്മള് വേറെ പാർട്ടിക്ക്, അത് അവരെത്രാണോ തന്ന ഒരു 15,000 തന്നാണെങ്കിൽ നമ്മൾ ഒരു 16,000 1000 രൂപ ഇട്ടിട്ട് എന്താക്കും, മറിച്ച് വെക്കും. ഈ മറിച്ച് വിറ്റിട്ട് നിങ്ങൾ ചിലപ്പോ EMIക്ക് ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഓൾറെഡി EMI ഉള്ള സെറ്റ് ആണ് ഇവിടെ വിറ്റ്. ആ ഫസ്റ്റ് എടുത്ത പാർട്ടി EMI അടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് മറിച്ച് EMIക്ക് തരും. അപ്പൊ ഫസ്റ്റ് ഉള്ള പാർട്ടി EMI അടിക്കല് ഒന്ന് തെറ്റിച്ചാൽ എന്താകും, ഫോണ് ലോക്കാവും. എല്ലാ ഫോണും ഇല്ല, ചില ഫോണിന് അങ്ങനെ ഒരു വിഷയം വന്നിട്ട് നമ്മളെ അടുത്ത് കുറെ കസ്റ്റമർ വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും അങ്ങനെ എടുക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വരുന്ന വേറൊരു വിഷയം എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ പറഞ്ഞില്ലേ 16,000 രൂപയ്ക്ക് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോ 25,000 രൂപയുടെ സെറ്റ് ഇവിടെ 18,000 രൂപയ്ക്ക് അല്ലെ 17,000 രൂപയ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഓൾമോസ്റ്റ് ഈ ഒരു സംഭവം ആയിരിക്കും. EMIക്ക് എടുത്ത് മറിച്ച് വെക്കണം. വെറുതെ ആരും അങ്ങനെ ചെയ്യേണ്ടിയില്ലല്ലോ. അങ്ങനെ വരുന്ന സെറ്റിനുള്ള വേറൊരു വിഷയം എന്താ വെച്ചാൽ, നമ്മൾ പിന്നെ അതിന് രണ്ടാമത് EMI കിട്ടുമ്പോൾ തേർഡ് പാർട്ടിയാ വരിക. അതായത് ബജാജ് പോലത്തെ EMI കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആ EMI എടുക്കുമ്പോ നമ്മൾ എത്തിപ്പോ ഞാൻ പറയൂ 0 കോസ്റ്റ് EMI ആണ് നിങ്ങളുടെ അടുത്ത് വരും. എന്റെ അടുത്ത് വന്നിട്ട് ഞാനിത് ചെക്ക് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് EMI എടുത്ത സെറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ മറിച്ച് കാര്യം മനസ്സിലായോ? EMI ഇട്ട സെറ്റ് ആയിരിക്കും. EMI ഇട്ടിട്ടായിരിക്കും ഇവിടെ വന്നേ. അപ്പൊ അടുത്ത ആള് വരുമ്പോ ഒരിക്കലും ഇത് 0 കോസ്റ്റിന് തരാൻ കഴിയൂല. 0 കോസ്റ്റ് പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ നിങ്ങളോട് 17,000 രൂപ പറഞ്ഞു വെച്ചാൽ ആ 17,000 രൂപക്ക് ബ്രോക്ക് കിട്ടണം. അപ്പൊ നിങ്ങൾ വരുമ്പോ നമ്മൾ എന്ത് പറയുക അറിയോ, ഇത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ ID ചെക്ക് ചെയ്തിട്ട് എലിജിബിൾ അല്ല എന്ന് പറയും. എന്നിട്ട് നിങ്ങളോട് പർച്ചേസ് ചെയ്യാൻ എലിജിബിൾ അല്ല, കുറച്ചുകൂടി പേയ്മെന്റ് കൂടുന്ന പറയും. അപ്പൊ നിങ്ങൾ അത് EMI തേർഡ് പാർട്ടി EMI ഞങ്ങൾ ഇട്ടുണ്ട്. ഫസ്റ്റ് EMI ഇട്ട് സെറ്റ് ആയതുകൊണ്ട് അപ്പൊ നിങ്ങൾ ഈ 16,000 രൂപ വീഡിയോയിൽ കണ്ടു വന്ന് ഇത് എടുത്ത്
നമ്മള് ഒരു 12 മാസം EMI അടിച്ചു നോക്കുമ്പോഴാണ് വിവരം അറിയാം. ചിലപ്പോ 16,000 എന്ന് പറഞ്ഞ സെറ്റ് അടിച്ചു തീരുമ്പോ എന്താ ഉണ്ടാവും 25,000, 22,000, 24,000 അത്രയും പേയ്മെന്റ് ആയിട്ടുണ്ടാവും. അതെ, അത് ഫസ്റ്റ് EMI ആയിട്ട് സാധാരണ ഷോപ്പിൽ പോയി എടുക്കുകയാണെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് EMI അടിച്ചു തരുമ്പോ 20,000 സെറ്റിന് 20,000 വരുള്ളൂ. ഇത് 20,000 സെറ്റ് ഇവിടെ കുറച്ച് 16,000 കിട്ടിയിട്ടുണ്ടെങ്കിലും EMI അടിച്ചു തീരുമ്പോ അത് 25,000, 30,000 വരെ ആവുന്ന ഒരു പ്രശ്നം വരുന്നത്. ഈ വീഡിയോ മാക്സിമം പ്രവാസികളായ ആൾക്കാർ നിങ്ങളെ കുടുംബത്തിലേക്ക് ഷെയർ ചെയ്യണം. കാരണം നിങ്ങൾ അവിടുന്ന് നയിച്ച് ഇങ്ങനത്തെ വീഡിയോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇവിടെ ഒന്നുമില്ല, മാർക്കറ്റിൽ പല സ്ഥലത്തും അങ്ങനെ കേൾക്കുന്നുണ്ട്. ആ ഒരു വിഷയം പോയി കഴിഞ്ഞ് 16,000 രൂപയ്ക്കോ അല്ലെങ്കിൽ ഫ്രഷ് സെറ്റ് 30,000 സെറ്റ് 18,000 രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അത് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ഇനി നിങ്ങള് പിന്നെ ഫുൾ പേയ്മെന്റ് കൊടുത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്താലും ആദ്യം എടുത്ത ടീം EMI അടിച്ചിട്ടില്ലെങ്കിൽ ആ സെറ്റ് ലോക്കാവും. എല്ലാ സെറ്റും ഇല്ല, ചില സെറ്റുകൾ ലോക്കാവും. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ അവരോട് 100% ചോദിക്കുക ഇത് EMI ഉള്ളതാണോ, എങ്ങനെങ്കിലും ഭാവി ലോക്കായ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഓപ്ഷൻ ഇല്ല, ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ കുറെ ആള് പെട്ടു. നമ്മളെ തന്നെ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ ഉള്ളവരുടെ ഇതിന്റെ അടി കമന്റ് ചെയ്താൽ മതി. അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ബാക്കിയുള്ളവർക്ക് അറിയാലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് പറഞ്ഞത്. അതായത് പ്രവാസികളായ ആൾക്കാർ മാക്സിമം ഈ വീഡിയോ നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാർക്ക് മറ്റും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു ഐപാഡ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, നമ്മൾ കാണിച്ചു കൊടുത്തില്ല. ഐപാഡ് നമുക്ക് ഗെയിമിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ പറ്റിയത് 3,500 വരുന്നുള്ളൂ. 3,500 അതില് പിന്നെ ഇത് പോയതാണ്, അപ്ഡേഷൻ ഇല്ലാത്തതാണ്. ബാക്കിയൊക്കെ പക്കാണ്. ഗെയിമിങ് കാര്യങ്ങൾ കൂട്ടിയ നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ്. അതുപോലെ ടാബ് നമുക്ക് പറഞ്ഞല്ലോ, ബൈജൂസ് നമ്മളെത്തി 7 റുപ്യ വരുന്നുള്ളൂ, 7 റുപ്യ വരുന്നുള്ളൂ. നിങ്ങളിപ്പോ ബൈജൂസ് എവിടെ പോയി ചോദിച്ചാലും 7,500 കൊടുക്കണം. നമ്മളെത്തി 7,000 വരുന്നുള്ളൂ. അതുപോലെ പിന്നെ മറ്റു ടാബുകൾ നമ്മളെത്തി വരുന്നുണ്ട്. ഈ ടാബ് JBLന്റെ സ്പീക്കറാണ് വരുന്നത്, ലെനോവന്റെ ടാബാണ്. ഇതിന് നമ്മളെത്തി വരുന്ന പ്രൈസ് 10,500 വരുന്നത്. ഇതിന് ഫ്രഷിന് 35,000 രൂപ വരുന്ന സാധനമാണ്. അതാ ഞാൻ പറയുന്നത്, നമ്മളെത്തുള്ള ഓൾമോസ്റ്റ് സെറ്റുകളും 20,000, 25,000, 30,000 വരുന്ന യൂസ്ഡ്, അതായത് നമ്മൾ ഫുൾ ഓപ്പൺ ആയിട്ട് ഇവിടെ കച്ചവടമുള്ളൂ. അതായത് നിങ്ങൾ കണ്ടില്ലേ, സർവീസ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഓപ്പൺ ആണ്, ഇവിടെ കാണാം, നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ എന്താണ് സർവീസ് ചെയ്യുന്നത്, എന്താ നടക്കുന്നത്, ഫുൾ ലൈവ് ആയിട്ട് കാണാൻ കഴിയും. നിങ്ങൾക്ക് ടിവിയിൽ അവിടെ കാണാൻ കഴിയും ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അതേമാതിരിയാണ് നമ്മൾ സെക്കൻഡ് ഫോണും വിൽക്കുന്നത്. പക്ക ലൈവ് ആയിട്ട് ഓപ്പൺ ആയിട്ടാണ് വിൽക്കുന്നത്. ഈ 20,000, 30,000 ഒക്കെ ഫ്രഷിന് വരുന്ന സെറ്റാണ്, അല്ല ഫ്രഷിന് റേറ്റ് വരുന്ന സെറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പകുതി, അതായത് 8,000, 9,000 രൂപക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒരു കൊല്ലം, 1.5 കൊല്ലം അല്ലെങ്കിൽ അത്രയും പിന്നെ കാലപ്പാക്കുള്ള സെറ്റാണ് കേട്ടോ ഇത് പറയുന്നത്. പിന്നെ നമുക്ക് ബോക്സ് ഫീസ് വേണമെങ്കിൽ അതും വരുന്നുണ്ട്. അതായത് ഒരു പിന്നെ 4 മാസം വാറണ്ടി ബാക്കിയുള്ളത്, 8 മാസം വാറണ്ടി ബാക്കിയുള്ളത്, അങ്ങനത്തെ സെറ്റുകൾ ബോക്സ് ഫീസ്. സാംസങ് പിന്നെ ലേറ്റസ്റ്റ് സെറ്റുകളൊക്കെ 8 മാസം 9 മാസം വാറണ്ടിയുള്ള അങ്ങനെ വേണ്ടിയവർക്ക് അതും വരുന്നുണ്ട്. അതും പിന്നെ 5,000 രൂപ, 8,000 രൂപ, 4,000 രൂപ ചെറിയ ഇതുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും, പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോ സെക്കൻഡ് എടുക്കണോലോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. 15,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 35,000, 40,000, 50,000ന്റെ ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കും ഫിസ്കെയറിന്. അത് നമ്മൾ ഉറപ്പ് തരികയാണ്. അതുപോലെ തന്നെ ഞങ്ങളെ വാറണ്ടിയും ലൈഫ് ടൈം ആണ് ഞങ്ങൾ വാറണ്ടി കൊടുക്കുന്നത്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ പ്രവാസികളായാലും മറ്റാളായാലും നിങ്ങൾക്ക് ഉപകാരമില്ലെങ്കിലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഐഫോൺ നമ്മൾ 3,500 മുതൽ 7 സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതുപോലെ എക്സിന് നമുക്ക് വരുന്ന റേറ്റ് 8,000 രൂപ എക്സിന് വരുന്നുള്ളൂ. XS വരുന്നുണ്ട്, XS മാക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 11 വരുന്നുണ്ട്. ഐഫോൺ നമ്മള് പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് സർവീസ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെത്തി ചെറിയ സെറ്റുകൾ വരുമ്പോ അത് നോട്ട് ചെയ്ത് വെച്ചോളിട്ടോ. ആ പോയിന്റ് നമ്മള് ചെറിയ സെറ്റുകൾ, അതായത് ഐഫോൺ ചിലപ്പോ 11 Pro അതുപോലെ പിന്നെ 30 Pro ഒക്കെ വരുമ്പോ നമ്മൾ അപ്പം തന്നെ സ്റ്റോറി ഇടും. അപ്പൊ നമ്മള് ഫിസ്കെയർ സ്റ്റോർ എന്നുള്ള പേജ് നിങ്ങൾ ഫോളോ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് അത് നമ്മൾ തോനെ ഗ്യാപ്പ് ഇടൂല. നമ്മൾ ആൾക്കാരെ പർച്ചേസ് ചെയ്യും, ചെറിയൊരു പ്രൈസ് റേഞ്ച് ഇട്ടിട്ട് അത് നല്ല ഓഫറിന് ഉണ്ടാറുണ്ട്. ഓൾമോസ്റ്റ് ഇന്നലെ നമ്മളൊരു സെറ്റ് സ്റ്റോറി ഇട്ടിരുന്നു 2,299. അത് സാംസങ്ങിന്റെ ഒരു സെറ്റാ. അത് നമ്മൾ സ്റ്റോറിൽ ഉണ്ടാവില്ല, നമ്മളപ്പോ സ്റ്റോറി ഇടും, മാറ്റി വെക്കും. ഓൺലൈൻ ഓർഡർ വന്നാൽ അത് ഡെലിവറി ആണ് ഡെലിവറി, അതല്ലെങ്കിൽ അല്ലാണ്ട് അയച്ചു കൊടുക്കും. അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിസ്കെയർ സ്റ്റോർ എന്നുള്ള പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചാൽ സ്റ്റോറി കാണാൻ കഴിയും. കിടില സാധനങ്ങൾ വരുന്നുണ്ട്. ഐഫോൺ 12, ഐഫോൺ XS, ഇതിന്റെ പ്രൈസ് ഒക്കെ എത്രയാ?
ഇത് 23,500 12 വരുന്നുള്ളൂ. നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ്. അതുപോലെ എക്സസ് മാക്സ് വരുന്നത് നല്ല ബോക്സ് പീസ് ആണ്. അതിന് നമുക്ക് 16,000 രൂപ വരുന്നുള്ളൂ. ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ ഓഫറുള്ള സെറ്റുകള് ഐഫോൺ നമ്മളെടുത്ത് വരുമ്പോ തന്നെ നമ്മൾ സ്റ്റോറി ഇടും ചെറിയ പൈസക്ക്. അപ്പം തന്നെ സെല്ലായി പോകും. അതാണ് പറഞ്ഞത് നമ്മളെ പേജ് നിങ്ങൾ മാക്സിമം ഫിസ്കെയർ സ്റ്റോറി നമ്മൾ അടിയിൽ കൊടുക്കാം, ലിങ്ക് ഫോളോ ചെയ്തിട്ടാ മതി. സാധനത്തിന് റേറ്റ് കുറച്ചിലേക്ക് ഒരു സ്റ്റോറി സെറ്റ് നിങ്ങൾ കണ്ടില്ലേ? സെറ്റ് അടിക്കൊന്ന് ഈ മേശമല അല്ലാണ്ട് വാരിട്ടത് അടിക്കൊന്ന് സൂം ചെയ്ത് നോക്കി ഫുള്ള് സെറ്റ് ആവും. പ്രീമിയം സെറ്റുകൾ ഇതാ. ഈ സെറ്റൊക്കെ ഇവിടെ 8,500 വരുന്നുള്ളൂ കേട്ടോ. ഈ സെറ്റൊക്കെ 8,256 ആണ്. ഇത് നിങ്ങൾ എവിടെ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും 17 റുപ്യ 18 റുപ്യ വരുന്നുണ്ട്. യൂസ്ഡ് ഫോണാണ്, പൊട്ടിച്ച പീസല്ല, വേറൊരു പീസല്ല, യൂസ്ഡ് ഫോണാണ്. ഒരു ഓൾമോസ്റ്റ് ഒരു കൊല്ലം ഒക്കെ വെക്കണ്ട. നമ്മള് വെറുതെ 6 മാസം 8 മാസം പറഞ്ഞ് വെക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഫുൾ ഓപ്പൺ ആയിട്ട് നമ്മളെ സർവീസ് പോലെ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. മാക്സിമം ഈ വീഡിയോ, അതായത് നമ്മളൊക്കെ സപ്പോർട്ടേഴ്സ് കുറവാണ്. അപ്പോൾ നിങ്ങൾ പ്രവാസികളായ ആൾക്കാരും മറ്റും ഇവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഈ കമന്റ് ബോക്സിലാണ് എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ തരാൻ കഴിയുമോ, ആർക്കെങ്കിലും ഞാൻ കുറെ മാർക്കറ്റ് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ തന്നെ തരാൻ കഴിയുമോ ചോദിച്ചു. നമുക്ക് 2 എയർപോഡ് കൊടുക്കാം. അത് 1,599 നമ്മൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 എയർപോഡ്. നല്ല കമന്റ് ഇടുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും നമുക്ക് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ആർക്കും കിട്ടാൻ പറയില്ല, കിട്ടുന്നവർക്ക് ലോട്ടറിയാണ്. ഇതിന്റെ സമയം ഉണ്ടല്ലോ ഫസ്റ്റ് കോപ്പി കേട്ടോ. റേറ്റ് എത്ര ഫസ്റ്റ് കോപ്പി? 1,599. ഫുൾ ഇതും വർക്കിംഗ് ആ, നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആ, എല്ലാം കിട്ടുന്ന സംഭവമാട്ടത്. അപ്പൊ നമ്മള് ലൊക്കേഷൻ വരുന്നത് കൊടുവള്ളി സ്റ്റാൻഡിൽ നിന്ന് നേരെ SBI ബാങ്ക് അല്ലെങ്കിൽ അക്ഷയ ചോദിക്കുക. ആൾക്കാരോട് അക്ഷയ ഗ്രാൻഡ് ഗോൾഡ് അക്ഷയ മാത്രം ചോദിച്ചാൽ മതി. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഫിസ്കെയർ. ഇതാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. ഈ 2 പീസ് ആർക്കും കിട്ടാൻ പറയാനില്ല. അപ്പൊ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ഒക്കെ ചെയ്തോളി. ഈ 2 പീസേ ഉള്ളൂ. ഇതിന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒക്കെ ബൈ.